ശ്രീ മധുസൂദൻ പിള്ളൈ, ഇനിയിപ്പോൾ ഇന്നലെ എക്സൈസ് മിനിസ്റ്ററോട് സംസാരിച്ചപ്പോഴും ശരിയാണ്, ആ വാദം ശരി തന്നെയാണ്, അല്ലെങ്കിൽ ആ നോക്കിക്കാണൽ ശരി തന്നെയാണ്. ലഹരി വിദ്യാർത്ഥികളിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ള ആശങ്കയ്ക്കൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒന്നാണ് എങ്ങനെ ലഹരിയിലേക്ക് വിദ്യാർത്ഥി എത്തുന്നു എന്നുള്ളത്. പക്ഷേ ഇത് താരതമ്യമില്ലാത്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരിടത്ത് നിൽക്കുന്നത് ഒരു വിദ്യാർത്ഥി, മറ്റൊരിടത്ത് നിൽക്കുന്നത് ബോധ്യത്തോടെ വിപണിയുടെ മുഴുവൻ സമ്മർദ്ദത്തോടു കൂടി പണത്തിൻ്റെ വലിയ കുത്തൊഴുക്കിൻ്റെ പേരിൽ എങ്ങനെ ലാഭമുണ്ടാക്കണം, അതിനാരുടെ ചോരയോ ജീവിതമോ എറിഞ്ഞുടച്ചാലും ഒരു പ്രശ്നവും ഇല്ല എന്ന നിലയ്ക്ക് ദയാരഹിതമായ വിപണിയുടെ ഇടപെടൽ. അവിടെ ആ വിപണിക്ക് വിദ്യാർത്ഥികളിലേക്ക് എത്താനുള്ള എളുപ്പമാർഗമാണുള്ളത്. ഓരോ കുഞ്ഞിൻ്റെയും കൈകളിലേക്ക്, ചുരുട്ടിപ്പിടിച്ച കൈകളിലേക്ക് എത്തുന്ന ലഹരിയുടെ തരികൾ, അതിനെ ചെറുക്കാനുള്ള മാനസിക ശേഷി 13, 14, 15, 16 വയസ്സുള്ള കുഞ്ഞിന് മാത്രമായിട്ടുണ്ടാകണം എന്ന നിലയ്ക്ക് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ കുഞ്ഞിന് കവചം ഉണ്ടാക്കേണ്ടത്, ആ കുഞ്ഞിന് ബോധ്യം ഉണ്ടാക്കേണ്ടത്, അതിനെ ചെറുക്കാനുള്ള മാനസിക ശക്തി ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെയും സംവിധാനത്തിൻ്റെയും ഇതിൻ്റെ ആഴത്തിലുള്ള വേരുകൾ എങ്ങനെയാണ്, ഈ ശൃംഖല എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പരിശോധിക്കേണ്ടതും അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആരാണ്? എക്സൈസ് വകുപ്പ് ഈ ഇപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെട്ട ഈ പ്രശ്നം ഏകദേശം 2016 മുതൽ തന്നെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഏറ്റവും ഇതായിട്ടുള്ള കാര്യങ്ങൾ 2016 മുതൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നു. അത് പ്രധാനമായും മാധു പറഞ്ഞതുപോലെ തന്നെ ഇത് കുട്ടികളിലേക്കും യുവാക്കളിലേക്കും എത്താതിരിക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് എക്സൈസ് വകുപ്പ് 2016 മുതൽ എടുത്ത തീരുമാനപ്രകാരം 3 തരത്തിലുള്ള ഇടപെടലാണ് എക്സൈസ് വകുപ്പ് ഇക്കാര്യത്തിൽ ചെയ്തു വരുന്നത്. അതിൽ ഒന്നാമത്തേത്, ഈ വസ്തുക്കൾ സംസ്ഥാനത്തേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം. 2, സംസ്ഥാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് പിടികൂടുന്നതിനുള്ള രണ്ടാമത്തെ ശ്രമം. 3, കുട്ടികൾ ഇതിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി അവരെ തടയുന്നതിനുള്ള വിമുക്തി എന്ന ബോധവൽക്കരണ പദ്ധതി. 4, ഇതിൽ ആരെങ്കിലും അകപ്പെട്ടു പോയാൽ അവരെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ. ഇങ്ങനെ 3 തരത്തിലാണ് എക്സൈസ് വകുപ്പ് ഈ കാര്യത്തിൽ കൈകാര്യം ചെയ്യുന്നത്. 2016 മുതൽ തന്നെ ഇതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അതനുസരിച്ചാണ് എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സൈസ് വകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിലെ താരതമ്യേന ചെറിയ ഒരു വകുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആളിൻ്റെ എണ്ണത്തിൽ വളരെ കുറവാണ്. ഞങ്ങൾ ഏതാണ്ട് 4000-4500 പേരാണ് എക്സൈസ് വകുപ്പിൽ ഈ ജോലി ചെയ്യാൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്. പക്ഷേ അക്കാര്യം ഞങ്ങൾ മറന്നുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ മാക്സിമം കാര്യങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് കേസിൻ്റെ എണ്ണത്തിലായാലും ശരി, മറ്റു കാര്യങ്ങളിലായാലും. ഞാൻ ഓരോന്നായിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. അതിൽ ഒന്നാമത് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, കേരളത്തിലേക്ക് ഈ മയക്കുമരുന്ന് കൊണ്ടുവരുന്ന മാർഗങ്ങൾ അടയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രയോറിറ്റി. അതിന് ചെയ്യുന്ന ചെക്ക് പോസ്റ്റുകളിലും മറ്റ് സ്ഥലങ്ങളിലും കർശനമായ പരിശോധനയും, കടന്നു വരുന്ന വാഹനങ്ങൾ വിശേഷിച്ചും ഇന്റർ സ്റ്റേറ്റ് ബസ്സുകൾ കർശനമായി പരിശോധിക്കുകയുമാണ് അതിൽ ചെയ്യുന്ന ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത്. രണ്ടാമത് ട്രെയിനുകളാണ്. ദീർഘദൂര ട്രെയിനുകൾ പാലക്കാട് പോലെയുള്ള സ്റ്റേഷനുകൾ കൃത്യമായും RPF-ഉമായിട്ട് ചേർന്ന് പരിശോധിക്കുകയും എത്രയെങ്കിലും കിലോഗ്രാം കണക്കിന് കഞ്ചാവും MDMA-യും ഞങ്ങൾ പിടികൂടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അടുത്തത്. മറ്റൊന്നെന്ന് പറയുന്നത്, എക്സൈസിൻ്റെ ഇന്റലിജൻസ് സംവിധാനം എല്ലാ ജില്ലയിലും യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ സഹായത്താൽ മയക്കുമരുന്ന് കടത്തിലും വിൽപ്പനയിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കൃത്യമായി നിരീക്ഷിക്കുകയും അവരെ പിന്തുടർന്ന് തന്നെ പിടികൂടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ അടുത്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷം തന്നെ എക്സൈസ് വകുപ്പ് ഏകദേശം 5000 ഗ്രാം 5 കിലോഗ്രാം ആണ് MDMA ഞങ്ങൾ പിടികൂടിയിട്ടുള്ളത്. 5000 ഗ്രാമാണ് പിടികൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു വസ്തുക്കളുടെ കണക്കുകൾ ഞാനിവിടെ കണക്കുകളൊന്നും കൂടുതൽ പറയുന്നില്ല. എങ്കിലും ഹാഷിഷ് ഓയിൽ, മെത്താംഫെറ്റമിൻ, ചരസ്, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ പോലും കേരളത്തിൽ എക്സൈസ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ്. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഇത് പിടികൂടപ്പെട്ട പ്രതികൾ പുറത്ത് ജാമ്യത്തിൽ ഇറങ്ങി രക്ഷപ്പെട്ടു പോകുന്നൊരു അവസ്ഥയുണ്ട്. അത് ഉണ്ടാവാതിരിക്കാൻ കൃത്യമായും ഇവർ ജയിലിൽ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് തന്നെ ചാർജ് ഷീറ്റ് കൊടുക്കുകയും ട്രയൽ നടത്തി അവരെ ശിക്ഷിക്കാൻ ഏർപ്പാട് ചെയ്യുകയുമാണ് അടുത്തായി ഞങ്ങൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. മൂന്നാമതായി ഞങ്ങൾ ചെയ്യുന്ന ജോലി, ഏകദേശം 40 ലക്ഷത്തോളം കുട്ടികളാണ് കേരളത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിലുള്ളതെന്നാണ് ഒരു കണക്ക്. ഈ വിദ്യാർത്ഥികളെ മൊത്തം പേരെയും കവർ ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങളുടെ വിമുക്തി എന്ന് പറയുന്ന പദ്ധതി നടന്നു പോകുന്നത്. ഓരോ സ്കൂളിലും എത്തി അവിടെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് അതിലെ ഒരു കാര്യം. മറ്റൊന്ന്, ഈ തരത്തിലുള്ള കാര്യത്തിലേക്ക് കുട്ടികൾ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പോർട്സിലും
മറ്റ് കലാ മാധ്യമങ്ങളിലേക്കും കുട്ടികളെ തിരിക്കുന്നതിന് വിമുക്തി പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തുകയും അതിനുവേണ്ടി ഫണ്ട് നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. വളരെ ഇതിനെപ്പറ്റി ആശങ്കപ്പെടുന്ന കൃത്യമായ പ്രതിരോധം തീർക്കാൻ ആവശ്യമായ നടപടികളെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് തന്നെ വളരെ വ്യക്തമായും കൃത്യമായും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ദൗർലഭ്യവുമില്ല ഈ പറയുന്ന, അത് സിന്തറ്റിക് ഡ്രഗ്സ് ആണെങ്കിൽ അങ്ങനെ, മറ്റെന്താണെങ്കിലും അങ്ങനെ, വിദ്യാർത്ഥികൾക്കോ അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ നാട്ടിൽ ഇത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് അങ്ങേക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രധാനമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. അത് തിരിച്ചറിയേണ്ടത്, അതറിയാൻ കഴിയാഞ്ഞിട്ടല്ല, അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇനി മുന്നോട്ട് നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് എന്നത് ഏറ്റവും പ്രധാനമാണ് എന്നുകൂടി വിചാരിക്കുന്നു.